ഈ തൃശ്ശൂർ ആന വലിയ രീതിയിൽ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് അതിരപ്പള്ളിയിൽ അയ്യോ കാട്ടാന കൂട്ടങ്ങളുടെ വലിയ രീതിയിലുള്ള ശല്യം തുടരുകയാണ്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് സാനു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശ്ശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം അങ്കണവാടിക്ക് മുകളിലേക്ക് എണ്ണപ്പന മറിച്ചിട്ടു. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിലാണ് സംഭവം. ഫാക്ടറിക്ക് സമീപം അതിരപ്പള്ളി ഡിവിഷനിൽ ബ്ലോക്ക് 17 അങ്കണവാടിയുടെ മുകളിലേക്ക് ഈ ആന പന മറിച്ചിട്ടത്. അങ്കണവാടിക്ക് സമീപത്തെ സൗരോർജ്ജ വൈദ്യുതി വേലി തകർത്തുകൊണ്ടാണ് ആനയുടെ ഈ പരാക്രമം. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. സാനു ഉണ്ട് വിവരങ്ങൾ പങ്കുവെക്കാൻ. സാനു, വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. വളരെ ഭയാനകമാണ്. കുട്ടികളില്ലാത്തതുകൊണ്ടാണ് ഒരുപക്ഷെ വലിയൊരു ദുരന്തം ഒഴിവായത്. എന്തായാലും ഈ അങ്കണവാടിക്ക് സമീപം കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ സുരക്ഷാ ഭീഷണിയാണ് അവിടെ ഉയരുന്നത്. ഈ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ വനംവകുപ്പ് ആരംഭിച്ചോ? അങ്കണവാടിക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ സാനു? അശ്വതി, രാഖി, എന്തായാലും ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യമുണ്ട്. അതിരപ്പള്ളി മേഖലയിലടക്കം നമ്മൾ മുൻപ് വാർത്തകളൊക്കെ സമാന നിലയിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. വൈശ്ശേരി മേഖലയിലടക്കം ഈ കർഷകനെ അടക്കം കൊല്ലുന്ന ഒരു സാഹചര്യം കാട്ടാനയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ വലിയ ദൗത്യമൊക്കെ നടന്നെങ്കിലും കാട്ടാനെ തുരത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിലാണ് കാട്ടാൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത്. അതിരപ്പള്ളി ഡിവിഷൻ ബ്ലോക്ക് 17 അങ്കനവാടിക്ക് മുകളിലേക്കാണ് ഈ എണ്ണപ്പന മറിച്ചിട്ടുള്ളത്. സൗരോർജ്ജ വേലികൾ, സാധാരണ നിലയിൽ ഈ ആന എത്തുമ്പോൾ സൗരോർജ്ജ വേലികൾ, ഫെൻസിംഗ് വേലികളടക്കം ഈ പനയും അല്ലെങ്കിൽ അതിന് സമീപത്ത് നിൽക്കുന്ന മരങ്ങളൊക്കെ മറിച്ചിട്ടാണ് അവർ ഇത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. അത്തരം തന്നെ പ്രവൃത്തിയാണ് ഇന്നലെയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അങ്കനവാടിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരത്തിന് ഈ പന വീണിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ, അതായത് അങ്കനവാടിയോട് ചേർന്നുള്ള വനമേഖലയിൽ ഇപ്പോഴും കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ശരി സാനു, എന്തായാലും വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും കാട്ടാനക്കൂട്ടമാണ്, ഒരു കാട്ടാനയല്ല, കാട്ടാനക്കൂട്ടമാണ് ഇത്തരത്തിൽ ഈ കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടിക്ക് സമീപത്തെത്തി ഇത്തരത്തിൽ പനമരം മറിച്ചിടുന്നത്. കുട്ടികളില്ലാത്തത് കൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത്. പക്ഷേ